അടുത്ത ആശാമുണിത്താൻ, ഈ പരാതി ശരിയാണ്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, പോലീസ് അതിൽ കേസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ കേസിൽ ആക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നു. അതിൽ ഇദ്ദേഹത്തിന് തൃപ്തികരമായ രീതിയിലോ വേഗത്തിലോ നടപടി ഉണ്ടാകുന്നില്ല. കോടതിയെ സമീപിക്കുന്നു. സ്വാഭാവികമായും എന്തുകൊണ്ട് എന്ന് ചോദിച്ച് കോടതി പോലീസിന് ഇത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവും. സാങ്കേതികാർത്ഥത്തിൽ പോയതായിരിക്കാം, അങ്ങനെ പോകരുത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത് തിരിച്ചു പോലീസിന്റെ കൈവശമാണല്ലോ വരുന്നത്. ആ സമയത്ത് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന, ഇപ്പോൾ FIR കളഞ്ഞു, എന്നാൽ പോലും ആ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അടക്കമിട്ട് ഈ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തോന്നൽ അതുകൂടി നമ്മൾ എടുത്തു പറയണമല്ലോ. തീർച്ചയായിട്ടും മധുവിടെ വിശ്വാസാല് നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് അതിന്റെ റെസീപ്റ്റ് വാങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോലീസുകാർ നമ്മളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, നമ്മൾ എതിർ കക്ഷി വിളിക്കുന്നു, എന്തെങ്കിലും രീതിയിലുള്ള കൺസീലിയേഷൻ ശ്രമം ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട് ചില കേസുകളിൽ. അല്ലാത്ത കേസുകളിൽ അവിടെ കൃത്യമായ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസിന്റെ പുറകെ അതിന്റെ FIR അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ടും. അപ്പൊ കറക്റ്റ് സെക്ഷൻ ഏതാണ്? ഞാൻ നിയമ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ നിയമം പഠിച്ച ആളല്ല, ഒരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂലാണ്, സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പൊ ഞാനൊരു സെക്ഷൻ പറഞ്ഞു, പോലീസ് പഠിപ്പിച്ചിട്ടുണ്ട്, അവരാണ് സെക്ഷൻ ഇടേണ്ടത്. ഇവിടെ നമ്മൾ എഴുതി കൊടുത്ത പരാതി, ഇവിടുത്തെ പരാതിക്കാരൻ എഴുതി കൊടുത്ത പരാതിയിൽ തന്നെ സെക്ഷൻ എഴുതി വെച്ചിരിക്കുന്നു. മാത്രമല്ല അയാൾ കൊടുത്ത പരാതിയിലെ സെക്ഷൻ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു, ആ പോലീസ് സ്റ്റേഷൻ അതിന്റെ യാതൊരുവിധ വിലയും ഇല്ലാതെ തന്നെ അത് അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഒരു മറുപടി കൊടുക്കുന്നില്ല. അടുത്തതായിട്ട് അതിന് ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ BNSS പറയുന്നത്, മുൻപ് CRPC പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് മേളുള്ള ഉദ്യോഗസ്ഥന് കൊടുക്കുന്നു, അവിടെ നിന്നും റെസിപ്റ്റും ഇതിന്റെ കോപ്പിയും, ഇത് രണ്ടും, ഈ 4 ഡോക്യുമെന്റ്സ്, പരാതി, റെസീറ്റ്, മേളുള്ള ഉദ്യോഗസ്ഥർ കൊടുത്ത പരാതി, ഇതിന്റെ റെസീറ്റ്, ഈ 4 ഡോക്യുമെന്റ്സും പിന്നെ കുറച്ച് ഫോൺ സൈറ്റുകളുടെ വിശേഷങ്ങളും, അതായത് അതിന്റെ URL നമ്പർ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ പരാതിയായിട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ്, അതായത് സ്വകാര്യ അന്യായമായിട്ട് കോടതിയെ സമീപിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസുകാർ നമുക്ക് വേണ്ടി കേസ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു മാർഗമാണിത് 220. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ മജിസ്ട്രേറ്റ് പഴയ CRPC പോലെയല്ല, BNSS പ്രകാരം മജിസ്ട്രേറ്റ് അവിടെ ഒരു മൈൻഡ് അപ്ലൈ ചെയ്യണം. ആദ്യം തന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ കോഗ്നിസൻസ് എടുക്കുന്നേക്കാൾ മുൻപ് തന്നെ ഇതില് എക്യൂസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ കൂടി അവസരം കൊടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ തന്നെ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട്, ജസ്റ്റ് വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ സെക്ഷൻസിൽ നിൽക്കില്ല എന്ന് മനസ്സിലാവുകയും ഇതിനെ അപ്പൊ തന്നെ ഇത് യാതൊരു ക്രമമുള്ള കേസല്ല എന്ന രീതിയിൽ ഇനം പരിഗണിക്കാൻ പറ്റും. അതിന് പകരം ലോഡ്ജ് FIR എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റ് എന്ന രീതിയിലും സ്ഥിരം എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയിൽ അതുപോലെ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിയുമ്പോൾ നേരെ അത് പോലീസുകാർക്ക് എത്തുന്നു. പോലീസുകാർ കോടതിയിൽ നിന്ന് വന്ന കടലാസല്ലേ, പക്ഷെ പോലീസിന് ഒരു ഉത്തരവാദിത്തം ഇയാളെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തണം. ഈ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഇയാൾ പറയുന്ന കാര്യങ്ങളിലെ ഓരോ വസ്തുതകളും എടുത്ത് അത് വസ്തുതകളാണോ, അത് എന്താണ് എവിഡൻസ് ഉള്ളത്, ഇയാൾ എന്തൊക്കെയോ ഒരു ജൽപ്പനങ്ങൾ പോലെ പറയുന്ന സംഗതിയാണോ ഇത് എന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് ഒരു ഇമ്മോറൽ ട്രാഫിക്കിംഗ്, അതായത് ആ ആക്ട് പ്രകാരം പ്രോസ്റ്റിറ്റ്യൂട്ടായി, ആ വാക്കിനാണ് ലീഗലി ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ നിവൃത്തിയില്ല, പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും അതുപോലെ അവരുടെ അടുത്ത് പോവുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ പിടിക്കുന്ന, അത് സെക്സ് ഒരു വ്യാപാരമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് അവിടെ അഡ്രസ് ചെയ്തത്. അപ്പൊ അതിലാണ് പോലീസ് ഇട്ടിരിക്കുന്ന സെക്ഷൻ. അപ്പൊ അവിടെ പോലും ഒരു ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് ഹ്യൂമൻ ആക്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്സീനിറ്റിയോ എന്തെങ്കിലും കണ്ടിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ആ ആക്ട് അപ്ലൈ ചെയ്യണം. അതിന് പകരം ഒരു മിയറൊരു FIR ഇടുന്ന സമയത്ത് പോലും യാതൊന്നുമില്ലാതെ പരാതിക്കാരൻ എന്തെങ്കിലും ചെയ്തത്, ഇനിയിപ്പോ ഇന്ത്യക്ക് വെളിയിലുള്ള നിയമമാണ് എഴുതി വെച്ചാൽ പോലീസുകാരെ അത് പകർത്തുന്ന എനിക്ക് തോന്നുന്നത്. അത്രമേൽ നിരുപദ്ര ഉത്തരവാദിത്തപരമായിട്ടാണ് ഇവിടെ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും സംഭവം ഉണ്ടായിട്ടുള്ളത്. അൺബിക്കമിങ് ഓഫ് എ ജുഡീഷ്യൽ ഓഫീസറും അൺബിക്കമിങ് ഓഫ് എ പോലീസ് ഓഫീസറാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് ഈ ജുഡീഷ്യറിയിലെയും പോലീസിലെയും ഇത്തരം പ്രശ്നങ്ങളെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്കത് പറഞ്ഞു തരാൻ, സാധാരണക്കാരായ ജനങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വൻ അവസരം കൂടിയായിട്ടാണ് ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ഇത് പറഞ്ഞത്. ശരി, ഓക്കെ.